ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേര് പറയുന്നതിന് മുന്നേ ആക്ച്വലി കുറേ പേര് എന്നോടിപ്പോൾ പറയുന്നു ഞാൻ കാണാനൊരു ഉണ്ണിമുകുന്ദൻ്റെ ലുക്കുണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം. സോ ഇന്ന് ഞാൻ ഒപ്പീനിയൻ പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് അഭിരാജ് ഡയറക്ട് ചെയ്ത റാണി മുഖർജി, ജാനകി പുതിവല, മല്ലിക പ്രസാദ് എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മർദാനി 3. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് സിനിമ വർക്കായി. ആദ്യമേ പറയേണ്ട ഒരു പോസിറ്റീവ് ഈ സിനിമയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റണ്ണിങ് ടൈമാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ 9 മിനിറ്റ് അത്രയേ ഉള്ളൂ സിനിമ. അപ്പം ഫസ്റ്റ് ഹാഫിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഇൻട്രൊഡക്ഷൻ സീൻ, റാണി മുഖർജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്യുന്ന കഥയിലോട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു സീനുമില്ല. ആ ട്രാൻസിഷൻ വളരെ രസമാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നേരെ കഥയിലോട്ട് വന്നു. സെക്കൻഡ് സീനിൽ കഥ തുടങ്ങി, ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസായി. ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്താണ് വില്ലൻ അല്ലെങ്കിൽ വില്ലൻ ഓഫ് ദ ക്യാരക്ടേഴ്സിൻ്റെ ഒരു എക്സ്ട്രീം ഒരു റേഞ്ച് എന്താണ്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വില്ലനെസ്സിൻ്റെ ഒരു റേഞ്ച് എന്താണ്, അവരാരാണെന്നൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ കഥ വയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സസ്പെൻസ് എലമെൻറ്റ് ഇങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുന്നേ ഒരു നല്ലൊരു ഇൻ്റർവെൽ പഞ്ചും വെച്ചിട്ട് ഫസ്റ്റ് ഹാഫ്. കാരണം ഫസ്റ്റ് ഹാഫിൽ വില്ലന്മാർ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു രീതിയിൽ ഇൻ്റർവെൽ ആക്ച്വലി നായിക അല്ലെങ്കിൽ ദ ഹീറോ ക്യാരക്ടർ SSP ശിവാജി റോയ് എന്ന് പറയുന്ന ക്യാരക്ടർ തോക്കുന്നിടത്താണ് ഇൻ്റർവെൽ തീരുന്നത്. പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു മോണോലോഗുണ്ട് അവരോട്. ഞാൻ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. നല്ലൊരു പഞ്ചുള്ളൊരു സാധനമാണ്. എനിക്കൊന്ന് റാണി മുഖർജി കിടിലമായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ആക്ച്വലി എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് റാണി മുഖർജി. ആ ഒരു ഓറ, ആ ഒരു എന്താ പറയുന്നത്, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റ് പ്രധാന ഞാൻ പറഞ്ഞ പോലെ ജാനകി പുതിവല എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റുണ്ട്. നമ്മുടെ ഷേത്താൻ, വഷ് ലെവൽ 1, ലെവൽ 2 അതൊക്കെ ചെയ്ത ഒരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി ഭയങ്കര കിടിലം ആർട്ടിസ്റ്റാണ്. കാരണം വഷ് ഞാൻ കണ്ടതാണ്, ലെവൽ 1 എന്നല്ല, അതേപോലെ വഷ് ലെവൽ 2 എന്ന് പറയുന്ന സിനിമ. പിന്നെ ഷേത്താനെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. കിടിലം ആർട്ടിസ്റ്റാണ്, നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്യുന്നൊരു പക്ക കിടിലം ആർട്ടിസ്റ്റാണ്. പക്ഷേ ഇതിനകത്ത് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. എനിക്ക് തോന്നിയതായിരിക്കാം, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാതിരുന്ന ചില സ്ക്രീനിലൊക്കെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, പുള്ളിക്കാരി അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ജസ്റ്റ് വാക്കിംഗ് വിത്ത് ദ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡിങ് അലോങ് വിത്ത് ദാറ്റ് അതർ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും കിടലായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തതിൽ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ ഇത് എൻ്റെ തോന്നലാണ്, ചിലപ്പം തെറ്റായിരിക്കാം. മർദാനി 1, മർദാനി 2 പോലെ തന്നെ ഇവർ ഫൈറ്റ് ചെയ്യുന്നൊരു കോസുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 64-65 പെൺകുട്ടികളെ മിസ്സിങ് ആണ്. ഇത് കഥ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു പ്രമുഖൻ്റെ മകൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. ആ സമയത്തൊരു മേജർ കേസ് ബസ്റ്റ് അല്ലെങ്കിൽ മേജർ കേസ് സോൾവ് ചെയ്ത SSP ശിവാജി റോയെ ഈ കേസിലോട്ട് അസൈൻ ചെയ്യുകയും പിന്നുണ്ടാവുന്ന ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഫാക്ട്സ് വെച്ചിട്ട് പിന്നെയും സിനിമ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ കഥയിലോട്ട് അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോയി അവസാനം ആ വില്ലനെ ഇവർ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വില്ലനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അവരെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് സിനിമ. ഒരു ആക്ഷൻ പടം ടെംപ്ലേറ്റ്, ഇപ്പോൾ മർദാനിയുടെ ടെംപ്ലേറ്റിൽ തന്നെ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. മർദാനി 2 എനിക്കൊന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്ന ഒരു സിനിമയാണ്. പക്ഷേ മർദാനി 1 ആൻഡ് മർദാനി 3 ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു സെയിം ടെംപ്ലേറ്റ് എടുത്തിരിക്കുന്ന
ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻ എ വെരി ഗുഡ് വേ. മർദാനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ആക്ഷൻ സിനിമാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ത്രില്ലിങ് ആക്ഷൻ ത്രില്ലറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാവുന്നതാണ്. 2 മണിക്കൂറേ ഉള്ളൂ. നല്ല നിങ്ങൾ സമയം പോകുന്ന അറിയത്തില്ല. ഞാൻ ആക്ച്വലി സമയം പോകുന്ന അറിഞ്ഞില്ല. അതേപോലെ നല്ല എൻഗേജിങ് ആണ്, എൻ്റർടൈനിങ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ ഈ സിനിമയാണെങ്കിൽ അടുത്തുനിന്നല്ല തിയേറ്ററിൽ സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെട്ട സമയത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.